ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹൗസ് ഓണറുമായിട്ട് നിങ്ങൾ എങ്ങനെയാ? വാടകയൊക്കെ പക്കയല്ലേ? ഹൗസ് ഓണറായിട്ട് നല്ല ബന്ധമാണ് സാർ. പിന്നെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് അദ്ദേഹത്തിന് അറിയാൻ കൂടി വഴിയില്ല. ഈ വന്നിരിക്കുന്നവര് അദ്ദേഹമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരാ. പിന്നെ എന്തിന് അവന്മാർ അങ്ങനെ പറഞ്ഞു എന്നൊരു സംശയം ഉണ്ടായേക്കാം. ആ ഒരു കാരണം പറഞ്ഞുകൊണ്ടുള്ള ഒരു ആക്രമണം ആയിരിക്കാം അവന്മാർ ഉദ്ദേശിച്ചത്. എനിവേ, ഞങ്ങൾ അന്വേഷിക്കാം മിസ്റ്റർ വിഷ്ണു. അവരെക്കുറിച്ച് എന്തെങ്കിലും സൂചന കിട്ടുവാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുകയോ മറ്റോ ചെയ്താൽ തീർച്ചയായിട്ടും ഞങ്ങൾ അറിയിക്കണം. അറിയിക്കാം സാർ. ശരി, അങ്ങനെ ആവട്ടെ. സത്യമേ, വിഷ്ണുവേട്ടാ, നീ എന്താ ഇവിടെ? അത് രോഹിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തായിരുന്നു. ജാമ്യത്തിന്റെ കാര്യത്തിന് എന്നെയാ വിളിച്ചത്. കള്ളച്ചാരം ഉണ്ടാക്കിയനല്ലേ? നല്ലൊരു തുക കോടതിയിൽ കെട്ടിവെക്കേണ്ടി വരും. ഉണ്ടോ കയ്യിലത്രയും പണം? അവൻ ഇതും ഇതിലപ്പുറം അനുഭവിക്കണം. ഞങ്ങളുടെ കുടുംബം തകർത്ത ദുഷ്ടനവൻ. വിഷ്ണു, എനിക്ക് അവനെ ഒന്ന് കാണണം. എടാ, നീ എത്ര അകന്നു നിന്നാലും എത്ര ഒളിച്ചു നിന്നാലും എന്റെ ശാപത്തിന്റെ തീച്ചുള്ളിൽ നിന്ന് നിനക്കൊരിക്കലും മോചനം ഉണ്ടാവില്ലടാ. ഇപ്പൊ നീ അനുഭവിക്കുന്നതിനും ഇനി അനുഭവിക്കാൻ കിടക്കുന്നതിനും ഒരിക്കലും ഒരു പരിഹാരമില്ല. എടാ, എല്ലാം നീയായിട്ട് വാങ്ങിക്കൂട്ടിയ കാര്യങ്ങളാ. നിന്റെ പിടിപ്പുകേട് കൊണ്ടുണ്ടാക്കിയ നഷ്ടങ്ങൾക്ക് ഒരു കാലത്തും മാപ്പുമില്ലടാ. എന്റെ വീട് നശിപ്പിച്ചതിന്, അവിടെ പട്ടച്ചാരായ ഒഴുക്കിയതിന്, ഇതൊക്കെ നിനക്ക് ദൈവം തന്ന ശിക്ഷയാടാ. നീ അനുഭവിക്ക്. ഞങ്ങൾ ഒഴുക്കിയ കണ്ണീരിന് നിന്റെ കണ്ണീര് കൊണ്ട് പ്രായശ്ചിത്തം ചെയ്യടാ. ഇല്ലെങ്കിലേ അടുത്ത ജന്മവും നിനക്ക് സ്വസ്ഥത കിട്ടില്ല.